ഈ ലോകത്താർക്കെങ്കിലും പറയാൻ പറ്റും. ഇരുട്ടിനെ മാറ്റി നിർത്തിയേ പറ്റൂ. ഇത് ഇരുളാണ്, ഇത് വെളിച്ചമാണ്. ഇരുട്ടിനെ നിഷേധിച്ചേ പറ്റൂ. ഇത് ഇരുളല്ല. അപ്പോൾ അവിദ്യയും വിദ്യ എങ്ങനെ ഒന്നാക്കും? സാധ്യമല്ല. ചില ചോദിക്കും, കർമ്മങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നിടത്ത് നമുക്കവിടെ ഒരു പരമാർത്ഥ തത്വത്തെ അതിൽ കണ്ടെത്തിക്കൂടെ? നിങ്ങൾക്ക് കാണാം, കണ്ടു കഴിഞ്ഞാൽ അതിനാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. എന്ത് ചെയ്യുന്നു? ഒന്നിനെ മറ്റൊന്നായി കാണുന്നു, ഇരുളിനെ വെളിച്ചമായി കാണുന്നു, അത് ഭ്രാന്തി. ഉപാസനയെ തത്വചിന്താപരമായി വ്യാഖ്യാനിക്കുന്നു. ആധുനിക വ്യാഖ്യാതാക്കളൊക്കെ എങ്ങനെയാണ്? ഈ വൈദികമായ സമ്പ്രദായവുമായി പരിചയമില്ലാത്തവർ, ആധുനിക ആചാര്യന്മാർ ഉപാസനകളെല്ലാം തത്വചിന്താപരമായി വ്യാഖ്യാനിക്കും. അത് ഭാഷകാരൻ പലയിടത്തും പറയും, ഇത് സ്വകപോല കൽപ്പിതമല്ല. എന്തുകൊണ്ട്? ഉപാസന എന്ന് പറയുന്ന ഒരു പ്രത്യേക പദ്ധതിയാണ്. ഉപാസനയ്ക്ക് അതിൻ്റെതായ ഫലമുണ്ട്. അവിടെ അതിനെ മറ്റൊന്നാക്കിയാൽ അത് ഈ വേദ വ്യാഖ്യാനത്തിൻ്റെ ഒരു മര്യാദയുണ്ട്, അതിൻ്റെ ഉല്ലംഘനമാണത്. വ്യാഖ്യാനത്തിൽ നമുക്ക് വിരുദ്ധ അഭിപ്രായങ്ങൾ വരാം. പക്ഷെ അങ്ങനെ ഒരു വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുമ്പോഴും ആ വ്യാഖ്യാനത്തിൻ്റെ മര്യാദയെ അംഗീകരിച്ചുകൊണ്ടായിരിക്കും. അല്ലാതെ എല്ലാവരും ഒരേ അർത്ഥം പറയണമെന്നില്ല. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഭാഷ്യകാരൻ പ്രത്യേകിച്ചും വൈദിക ധർമ്മവുമായിട്ട് അടുത്ത് വന്ന ഒരു കാലത്ത് ജീവിച്ചയാൾ എന്താണ് കർമ്മം, എന്താണ് ഉപാസന, ഇതൊക്കെ നേരിൽ കണ്ടയാൾ. നമ്മളിതൊന്നും നേരിൽ കാണുന്നില്ല. നമ്മൾ ഈ കാലത്ത് ജീവിച്ചിട്ടില്ല. അപ്പോൾ ആ കാലത്ത് ജീവിക്കുകയും അതുകൊണ്ട് നേരിട്ട് ഇടപഴകുകയും ചെയ്ത ഒരാൾ ആ വിഷയങ്ങളിൽ നമ്മളെക്കാളും പ്രാമാണികനായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ശങ്കരാചാര്യ വിഭജനത്തെ നമുക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. ഉഷാവ അശ്വസ്യമേധ്യസ്യ ശിരഃ നമ്മൾ തുടങ്ങിയ ഭാഗമാണ്. പക്ഷെ അത് നിങ്ങളതിനെ ഒരു തത്വജ്ഞാനമായിട്ട് വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുന്ന എന്താണോ? ഉപാസന എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകും. അവിടെ നിങ്ങൾ ഭ്രാന്തനുമാകുന്നു. അപ്പോൾ എന്താ ഇവിടെ വ്യത്യാസം? മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഉപാസനയും തത്വജ്ഞാനവുമായിട്ട് ഉപാസന കേവലം ഭാവന, ഉഷസ് അശ്വമേധത്തിലെ അശ്വത്തിന്റെ ശിരസ്സാണ്. ഇതൊരു ഭാവനയാണ്, ഒരു തത്വമല്ല. എന്തുകൊണ്ട് തത്വമല്ല? ഉഷസ്സിനൊരിക്കലും അശ്വത്തിന്റെ ശിരസ്സാവാൻ പറ്റത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അത് വാസ്തവമല്ല. അപ്പോ ഇത് ഉപാസനയാണെന്നൊരാൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഉഷാവാശ്വസ്യശിര, ഉഷസ് എന്ന് പറയുന്ന അശ്വത്തിന്റെ ശിരസ്സാണെന്നുള്ളത് ഒരു ഉപാസനയാണ്, ഭാവനയാണ്, അത് വൈദികമായ ഒരു ഉപാസനാ പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാത്ത ഒരാളാണെങ്കിൽ ഇത് കേട്ടുകഴിഞ്ഞാൽ ഇതെന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്. ഉഷസ് അങ്ങനെ അശ്വത്തിന്റെ ശിരസ്സാവും. അപ്പോൾ ഉഷസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മറ്റെന്തോ ആണ്. ശിരസ് എന്ന് പറഞ്ഞാൽ മറ്റെന്തോ ആണ് അർത്ഥം. ശരി, മറ്റെന്തെങ്കിലും ഒരർത്ഥമാകാം. ഈ അർത്ഥം ഉഷസ് എന്നുള്ള ശബ്ദത്തിൽ നിന്നൊക്കെ എങ്ങനെ കിട്ടുന്നു? ശിരസ് എന്നുള്ള ശബ്ദത്തിൽ നിന്ന് എന്ത് വ്യുത്പത്തി അനുസരിച്ച് കിട്ടുന്നു? അത് തന്റെ കപോല കൽപ്പിതം.
അതുകൊണ്ട് അങ്ങനെ വരാൻ പാടില്ല. ഉപാസന ഭാവനയാണ്. ശിവലിംഗത്തെ മുമ്പിൽ വയ്ക്കുന്നു. അത് വെറും ഒരു കൽക്കഷണമാണ്. അതിൽ പൂജിക്കുന്ന ആർക്കും അറിയാം ഇതൊരു വെറും കൽക്കഷണമാണ്. ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഒരു കൽക്കഷണം. അവിടെ ശിവനാണെന്ന്, അത് ശിവനാണെന്ന് കരുതണമെങ്കിൽ കേവലം ഭാവന, അതല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിനെ ഭാവന ചെയ്യുക. ശിവൻ അതല്ല എന്നുള്ളത് പ്രത്യക്ഷസിദ്ധമായ കാര്യമാണ്. വെറും ഒരു കല്ലാണെന്നുള്ള കാര്യം. പക്ഷേ ഗുരുവിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ഭാവന വളർത്തിയെടുക്കണം. അങ്ങനെ ഒരു ഭാവന വന്നു കഴിഞ്ഞാൽ ആ കല്ലിൽ തന്നെ അവന് ശ്രദ്ധ, ഭക്തി, വിശ്വാസം എല്ലാം. ആ കല്ലിന്റെ മുമ്പിൽ തന്നെ അവനത് കല്ലാണെന്നുള്ള കാര്യം വിസ്മരിച്ചിട്ട് അവൻ പ്രാർത്ഥിക്കും. അത് ഭാവനാദാർഢ്യം, ഭാവനയുടെ അനന്തരഫലമായി വരുന്ന കാര്യങ്ങൾ. ആ ഭാവനാദാർഢ്യം കൊണ്ട് അവന് അതിൽ നിന്നും ഫലമുണ്ടാകുന്നു, ഫലപ്രാപ്തി ഉണ്ടാകും. ഇതാണ് ഉപാസനയുടെ രീതി. അദ്വൈതി ആയതുകൊണ്ട് കാണുന്നതിനെല്ലാം അദ്വൈതപരമായി വ്യാഖ്യാനിക്കണം എന്ന് കരുതുന്ന അബദ്ധമാണ്. ചോദിക്കും, ശുനിചൈവ സ്വപാകേജ പണ്ഡിത സമദർശന. ശുനിയിലും നായിലും നായെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നവനുമെല്ലാം ആ പരമാത്മാ തത്വദർശനം, അതാണ് പറയുന്നത്. സർവത്തിലും ആ ഏകത്വബോധം, ആ തത്വദർശനം അത് വേണ്ടേ. കർമ്മത്തിലും ഉപാസനയിലും എല്ലായിടത്തും ആ തത്വദർശനമായതുണ്ട്. എന്ന് ചോദിക്കും, അങ്ങനെ കാണുന്നതിന് എന്താ തെറ്റ്? എല്ലാത്തിനും ഒരു പരമാത്മതത്വമായി കണ്ടെത്തുക. എല്ലാം ഒരു പരമാത്മതത്വമാണ്. ഒരു പരമാത്മതത്വത്തിൽ പ്രകടമായതെല്ലാം തന്നെയാണ് കർമ്മവും ഉപാസനയും തത്വജ്ഞാനവും. അതിന് അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത് വ്യാഖ്യാനത്തിന്റെ കാര്യത്തിലാണ്. ഇവിടെ എല്ലാം ഒരു പരമാത്മ തത്വം എന്നുള്ള കാര്യത്തിലല്ല പറയുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ള കാര്യമാണ്. ശബ്ദാർത്ഥ വ്യുത്പത്തിക്കനുസരിച്ച് ഓരോ കാര്യങ്ങളും എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. എല്ലാം പരമാത്മ തത്വം തന്നെ. തത്വം അറിയുന്നവനും മനുഷ്യനെ കണ്ടാൽ മനുഷ്യനാണെന്നും മൃഗത്തെ കണ്ടാൽ മൃഗമാണെന്നും തിരിച്ചറിയുന്നില്ലേ? മാത്രമല്ല, ഇത് നായാണ്, ഇത് ബ്രാഹ്മണനാണ്, ഇത് മൃഗമാണ്, ഇത് നായെ പാകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്നവനാണ് എന്നുള്ള ഭേദബുദ്ധി ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിനും ഒരു പരമാത്മ തത്വമാണ്. അല്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ആ ഭേദത്തെ അനുവദിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ ഭേദത്തെ അനുവദിച്ചുകൊണ്ട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു ഇതിന്റെ അടിസ്ഥാന തത്വം ഒന്നാണ്. ആ തത്വബോധം കൊണ്ട് ഈ ഭേദത്തെ നിരാകരിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ആ തത്വബോധമുള്ള ഒരാളിന് പുരുഷനെ കാണുമ്പോൾ സ്ത്രീയെന്നും സ്ത്രീയെ കാണുമ്പോൾ പുരുഷനാണെന്നും തോന്നുന്നു, മനുഷ്യനെ കാണുമ്പോൾ മൃഗമെന്ന് തോന്നുന്നു. അങ്ങനെ അനുഭവത്തിന് വ്യത്യാസമൊന്നും വരത്തില്ല. അപ്പോ അതല്ല ഇവിടുത്തെ വിഷയം. തത്വദൃഷ്ടി വേണം, പക്ഷെ വ്യാഖ്യാനം നിയമങ്ങളനുസരിച്ചായിരിക്കും. അത് കർമ്മത്തെ കർമ്മമായി തിരിച്ചറിയണം. കാരണം കർമ്മം അനുഷ്ഠിക്കേണ്ടവരുണ്ട്, ഇവിടെ ഉപാസന അനുഷ്ഠിക്കേണ്ടവരുണ്ട്, തത്വജ്ഞാനത്തെ പിന്തുടരേണ്ടവരുമുണ്ട്. ഈ ലോകം എന്നും അങ്ങനെയായിരിക്കും.
എല്ലാവരും കർമ്മികളോ, എല്ലാവരും ഉപാസകരോ, എല്ലാവരും തത്വജ്ഞാനികളും ആകാൻ പോകുന്നില്ല. അപ്പം ലോകത്തിന് വേണ്ടതാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യരുടെ വ്യവഹാരത്തിലുള്ളത്. അതുകൊണ്ട് അതിനെ ഓരോന്നിനെയും അതാതിൻ്റെ തലത്തിൽ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഇത് അവൻ ഒരു ഭ്രാന്തിക്ക് അടിമപ്പെട്ടിരിക്കുന്നു പറയേണ്ടി വരും. ഒന്നിനെ മറ്റൊന്നായി കാണുന്നതാണ് ഭ്രാന്തി. പുസ്തകത്തെ മറ്റൊന്നായി കണ്ടുകഴിഞ്ഞാൽ ഭ്രാന്തിയാണ്. അപ്പോൾ ആ തത്വദൃഷ്ടി അത് നല്ലതാണ്. പക്ഷേ ആ തത്വദൃഷ്ടി പാരമാർത്ഥികമാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഭേദം വ്യാവഹാരികമാണെന്ന് മനസ്സിലാക്കണം. തത്വദൃഷ്ടി ഒരിക്കലും ഈ വ്യാവഹാരികമായ ഭേദത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് ഇതിനെ അംഗീകരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഗുരുവിന് ശിഷ്യന് ഉണ്ടാകാതെ വരും, ഗുരു ശിഷ്യനും തമ്മിൽ ഭേദമില്ലാതെ വരും, ഉപദേശിക്കാൻ കഴിയാതെ വരും. ആരാരും ഉപദേശിക്കും, അതൊക്കെ അസംബന്ധമാണ്. അതുകൊണ്ട് ഈ ഭേദത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് കർമ്മത്തെ കർമ്മമായി, ഉപാസനയെ ഉപാസനയായി, തത്വജ്ഞാനത്തെ തത്വജ്ഞാനമായി തന്നെ മനസ്സിലാക്കണം. അതിൽ ഒരു വ്യത്യാസം വന്നാൽ അത് ഭ്രാന്തിയാണ്. അങ്ങനെ ഒരാൾ വിശദീകരിക്കുമ്പോൾ അത് ഭ്രാന്ത പ്രലപനം എന്ന് പറഞ്ഞ് വിവേകികൾ അതിനെ തള്ളിക്കളയും. ഏതുപോലെ രജ്ജുവിലൊരാൾ സർപ്പത്തെ കണ്ടു, എന്നിട്ട് അയാൾ നിലവിളിക്കുകയാണ്, സർപ്പം സർപ്പം, ഭയന്ന് നിലവിളിക്കുകയാണ്. എന്താ അയാൾ നിലവിളിക്കുന്നത് പരമാർത്ഥമല്ലേ? ആണ്. സർപ്പം എന്ന് പറയുന്നത് ശരിയല്ലേ? അത് ശരിയാണ്. അയാൾ കാണുകയാണ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ച് സർപ്പം ഇവിടെ പരമാർത്ഥമാണ്. അയാളെ സംബന്ധിച്ച് നിലവിളിയും പരമാർത്ഥമാണ്. അയാൾ ആത്മാർത്ഥമായിട്ട് നിലവിളിക്കുകയാണ്. കാരണം അയാളെ സംബന്ധിച്ച് ഒരു സംശയമില്ല. പക്ഷെ വിവേകി മനസ്സിലാക്കുന്നു, ഓ അതയാളുടെ മൂഢതയാണ്. വിവേകിക്ക് അത് തള്ളിക്കളയേണ്ടി വരും. അയാളെ സംബന്ധിച്ചത് തത്വമാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണോ ഒന്നിന്റെ വാസ്തവം അത് മനസ്സിലാക്കാതെ അതിനെ മറ്റൊന്നായി കണ്ടു. അപ്പോൾ അയാള് ശുക്തിക മുത്തിച്ചിപ്പിയെ കണ്ടു, രജതമായിട്ട് ധരിച്ചു. ഇവിടെ ഭയമൊന്നുമില്ല. രജതത്തെ കണ്ടു, വെള്ളിയായിട്ട് കണ്ടു മുത്തിച്ചിപ്പി. അവിടെ അയാൾക്ക് നിർവൃതിയാണ്. എത്രയോ കാലമായി ഞാൻ കാത്തിരുന്ന രജതം, സമ്പത്ത് എൻ്റെ കയ്യിൽ നിർവൃതിയാണ്. വിവേകി കണ്ടിട്ട് ആ നിർവൃതിയെ അനുമോദിക്കുമോ? ശരി, നീ ധനവാനായി, നീ ധന്യനായി എന്ന് പറയൂ? ഇല്ല. ഭ്രാന്തനാണത്. ഭ്രാന്തന്റെ നിർവൃതി വാസ്തവത്തിലുള്ള നിർവൃതിയല്ല. ഭ്രമത്തിനടിമപ്പെട്ടിട്ടാണ് നിങ്ങൾ അതിനെ നിർവൃതി എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെ നിർവൃതിയെ സ്വീകരിക്കാൻ വിവേകിക്ക് കഴിയത്തില്ല. സഹതപിക്കാനേ കഴിയും. സാധു ഏതൊരു മനോരാജ്യത്തിലാണ്. ഇയാൾക്കൊരിക്കലും ധന്യനാകാൻ ഇതുകൊണ്ട് സാധ്യമല്ല. അടുത്ത നിമിഷം ഇതെല്ലാം മറഞ്ഞു പോകും. വിവേകിക്ക് അവിടെ പരമാവധി ചെയ്യാന്നുള്ള സഹതാപം മാത്രം. അതുപോലെയാണ് ഇവിടെ ഒന്നിനെ മറ്റൊന്നായി ധരിച്ചിട്ട് അങ്ങനെ അതിനെ ധരിച്ച് അതിൽ അഭിരമിക്കുക.
അത് മോഹത്തിൽ നിന്നുണ്ടാകുന്ന നിർവൃതിയാണ്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉപാസനയെ ഗ്രഹിക്കുക, തത്വജ്ഞാനത്തെ തത്വജ്ഞാനമായി ഗ്രഹിക്കുക. ഒന്നിനെ മറ്റൊന്നായി ഗ്രഹിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ചിലരുടെ മനസ്സിൽ സംശയമുണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ആരുടെയും മനസ്സിലുണ്ടാകത്തില്ല എന്ന് എനിക്ക് ഉറപ്പ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആഭരണമാണ്. ആഭരണത്തെ സ്വർണമായി ധരിക്കുന്നു. ഇതും ഒന്നിനെ മറ്റൊന്നായി ധരിക്കുകയല്ലേ? ഇതും ഒരു ഭ്രാന്തിയല്ലേ? എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകമാണ്. ഇതിന് ഞാൻ ഓരോ കടലാസുകളായി ധരിക്കുന്നു. ഇത് ഭ്രാന്തിയല്ലേ? എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്ത്രമാണ്. ഞാനതിനെ നൂലുകളായി കാണുന്നു. വസ്ത്രത്തെ നൂലായി കാണുന്നു. വസ്ത്രത്തെ വസ്ത്രമായി കാണുന്നില്ല, മറ്റൊന്നായി കാണും. ഒന്നിനെ മറ്റൊന്നായി കാണുന്നതാണ് ഭ്രമമെങ്കിൽ ഇതൊക്കെ ഭ്രമമല്ലേ? അപ്പോൾ നിങ്ങളീ പറയുന്ന തത്വദർശനം എന്താണ് ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിനെ മറ്റൊന്നായി കാണുന്നതാണ്. അത് ഭ്രമമാകത്തില്ലേ? എന്താ ഇങ്ങനെ ആരുടെയെങ്കിലും മനസ്സിൽ സംശയം ഉണ്ടായോ? വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടിട്ട് സംശയമില്ലാത്തവർക്ക് സംശയം ഉണ്ടാക്കുകയാണ്. അതസ്മിൻ തദ്ബുദ്ധി ആചാര്യസ്വാമികൾ അതല്ലാത്തതിന് അതായി തോന്നുന്നു. അതാണ് ഭ്രമമെന്ന് പറയുന്നത്. ഒന്നിനെ മറ്റൊന്നായി കാണുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതല്ലാത്തത് അതല്ലായി കാണും, മറ്റൊന്നായി കാണും. അപ്പോൾ വസ്ത്രത്തെ കണ്ടിട്ട് നൂലാണെന്ന് തോന്നിയത് ഭ്രമമാവണമെങ്കിൽ വസ്ത്രം നൂലല്ലാതിരിക്കണം. വസ്ത്രത്തിനൊരിക്കലും നൂലല്ലാതിരിക്കാൻ കഴിയത്തില്ല. വസ്ത്രത്തിന് നൂലായിട്ടിരിക്കാനേ കഴിയൂ. വസ്ത്രത്തിൽ നിന്ന് നൂലിനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെന്താ? പിന്നെ ചിന്തിക്കാൻ കൂടിയൊന്നുമില്ല. അപ്പോൾ അവിടെ എന്താണ്? ഒന്നിനെ മറ്റൊന്നായി കാണുകയല്ല, ഒന്നിന്റെ വാസ്തവത്തെ കാണുകയാണ്. ആഭരണത്തിന്റെ വാസ്തവം എന്താണ്? സ്വർണം. വസ്ത്രത്തിന്റെ വാസ്തവം എന്താണ്? നൂല്. ഇത്തരത്തിലൊരു വസ്തുവിന്റെ പരമാർത്ഥത്തെ കാണുമ്പോൾ അത് കാണണം. അപ്പോൾ കർമ്മത്തിന്റെ പരമാർത്ഥം എന്താണ്? കർത്താവ്, കാരകം, ക്രിയ, ഫലം ഇതെല്ലാം കൂടി ചേർന്നാണ് അതിന്റെ പരമാർത്ഥം. ഉപാസന, അതിന്റെ പരമാർത്ഥം എന്താണ്? ഉപാസ്യമായ വസ്തു, ഉപാസന എന്ന് പറയുന്ന ഭാവന, അതിന്റെ ഫലം ഇതെല്ലാം കൂടി ചേരുന്നതാണ്. തത്വജ്ഞാനം എന്താണ്? അതിന്റെ സ്വരൂപം എന്താണ്? ആത്മപ്രകാശം, സംസാര നിവൃത്തി, കൃതകൃത്യത, അജ്ഞാനനാശം, ഇതൊക്കെയാണ് അതിന്റെ സ്വരൂപം. അപ്പോൾ അതിനെ അതിന്റെ സ്വരൂപമായി ധരിക്കുന്നിടത്ത് നമുക്ക് ഭ്രമമില്ല. മറിച്ചായിക്കഴിഞ്ഞാൽ അത് ഭ്രമമാണ്. അപ്പോൾ അത് അങ്ങനെ പറയുന്നിടത്ത് നമ്മുടെ ഭാവനയിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കും, അങ്ങനെയും വരും. ഒരാൾ ഭ്രാന്തമായി പറയുന്ന ജൽപ്പനങ്ങൾ വ്യാവഹാരികമായി ശരിയായി, അങ്ങനെ വരാം. പക്ഷെ തത്വത്തിൽ അവിടെ തകരാറ് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ വൈദികമായ ഒരു മര്യാദ അത് മനസ്സിലാക്കാതെ ഇതിനെല്ലാം കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഭ്രാന്തിയിലായിരിക്കും, തത്വജ്ഞാനത്തിലായിരിക്കത്തില്ല. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇതിനെ വേർതിരിച്ച് പറയുന്നു. നിങ്ങൾ ഈ വിദ്യയും അവിദ്യയും കൂട്ടിക്കുഴയ്ക്കരുത്.
വിദ്യയ്ക്ക് വിദ്യയുടേതായ തത്വം, അവിദ്യയ്ക്ക് അവിദ്യയുടേതായ തത്വം. രണ്ടിനെയും രണ്ടായി തന്നെ മനസ്സിലാക്കണം. കർമ്മത്തിന് കർമ്മത്തിന്റെ സ്ഥാനം, ഉപാസനയ്ക്ക് ഉപാസനയുടെ സ്ഥാനം, തത്വജ്ഞാനത്തിന് അതിന്റെ സ്ഥാനം. ഈ ജീവന്മാരിൽ ഇതിനെല്ലാം അധികാരികളുണ്ട്. അവരത് അനുഷ്ഠിക്കും.